അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1258, സൂറത്തുൽ അംഫാൽ 24 മുതൽ 26 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب واذكروا إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. يا أيها الذين آمنوا സത്യവിശ്വാസികളെ, ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, അല്ലാഹുവിനും അവന്റെ റസൂലിനും നിങ്ങൾ ഉത്തരം ചെയ്യുക. ഇദാ ദഅാകും, ആ റസൂൽ നിങ്ങളെ ക്ഷണിച്ചാൽ, ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു കാര്യത്തിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം ചെയ്യുക. വഅലമു, നിങ്ങൾ അറിയുകയും ചെയ്യുക, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, ഒരു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയിടുന്നതാണ് എന്നും, വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എന്നും നിങ്ങൾ അറിയുക. വത്തഖൂ ഫിത്നതൻ, ഒരു പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, ആ പരീക്ഷണം നിങ്ങളിൽ നിന്ന് അക്രമികളായവരെ പ്രത്യേകമായി ബാധിക്കുകയില്ല, അല്ലാത്തവരെയും ബാധിക്കും. അങ്ങനത്തെ ഒരു പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കുക. വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയം അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാകുന്നു. വദ്കുറു, നിങ്ങൾ ഓർക്കുക, ഇദ് അൻതും ഖലീലുൻ, നിങ്ങൾ മെമ്പർമാര് കുറവായിരുന്ന ആ ഘട്ടം. മുസ്തദഅഫൂന ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്നു, ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്നു. തഖാഫൂന യതഖത്തഫകുമുൻ നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. അദ്വിധം നിങ്ങൾ ബലഹീനരും ദുർബലരും അങ്കുലി പരിമിതമായ മെമ്പർമാരുമായിരുന്ന ഒരു ഘട്ടം, അത് നിങ്ങൾ ഓർക്കുക. ഫആവാക്കും, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അഭയം നൽകി. വയ്യദക്കും ബിനസ്രിഹി, അവന്റെ സഹായം മുഖേന അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തി. വറസഖക്കും മിനത് ത്വയ്യിബാത്തി, നല്ല വസ്തുക്കളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം നൽകുകയും ചെയ്തു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി ഇത് നിങ്ങൾ ഓർക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സൂക്തങ്ങളിൽ, കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണമെന്നും കപടന്മാരുടെയും അവിശ്വാസികളുടെയും മാർഗം നിങ്ങൾ പിന്തുടരരുതെന്നും ഉണർത്തിയതിനു ശേഷം ആ വസിയ്യത്തിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ് ഇവിടെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അല്ലാഹുവിന്റെയും റസൂലിന്റെയും വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണമെന്നും അക്രമം ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നും അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരാവണമെന്നുമാണ് ഈ 3 സൂക്തങ്ങളിലെ പരാമർശ വിഷയം. നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം ചെയ്യണം. എങ്ങനെ? അവർ പറയുന്നത് അനുസരിച്ചുകൊണ്ട്. ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അവർ നിങ്ങളെ ക്ഷണിച്ചാൽ. ജീവൻ നൽകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള നമ്മുടെ ചിട്ടവട്ടങ്ങൾ നടപ്പാക്കാൻ അല്ലാഹു അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുമ്പോൾ അതിനോട് നമ്മൾ പോസിറ്റീവായി പ്രതികരിക്കണം. കാരണം ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ജീവിതം എന്ന് പറയുന്നത് അത് ശാശ്വതമായ ജീവിതം നയിക്കുന്ന പരലോക ജീവിതമാണ്. ഇവിടുത്തെ ജീവിതം എന്തായാലും അത് താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് നിലക്കും, അത് അവസാനിക്കും.
എന്നാൽ മരിച്ചതിന് ശേഷം പിന്നീടുള്ള ജീവിതം അത് അനന്തമായി നീണ്ടുപോവുകയാണ്. അതുകൊണ്ട് ആ ജീവിതം സുഖകരമാക്കാനുള്ള ജീവിതം സുഖകരമാക്കാനുള്ള ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗം എന്താ? അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിധിവിലക്കുകൾ പാലിച്ചും അവരുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും നമ്മുടെ ജീവിതത്തെ കുറ്റമറ്റതാക്കുക. അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതും റസൂലുള്ളാഹി നമുക്ക് നിർദ്ദേശിച്ചതുമായിട്ടുള്ള വിഷയങ്ങൾ, അതുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ആത്യന്തികമായി പാരത്രിക ജീവിതത്തിലെ വിജയത്തെ ഉറപ്പാക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പരലോകത്ത് ശാശ്വതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ സുഖകരമായ ജീവിതം, അല്ലാത്ത വിശ്വാസി ആയില്ലെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅലയിൽ പറഞ്ഞില്ലേ, അവര് മരിക്കൂല എന്ന് പറഞ്ഞാൽ ഈ ഇടങ്ങേറിന്ന് രക്ഷപ്പെടാൻ പറ്റും വിധത്തിൽ ഒരു മരണം അവർക്കുണ്ടാവൂല. വലാ യഹ്യ, സ്വസ്ഥതയും സമാധാനവും ഉള്ളൊരു ജീവിതം ഉണ്ടാവൂല. അതാണ് മരിച്ചതിന് ശേഷം നിഷേധികളുടെ അവസ്ഥ. അതേസമയത്ത് വിശ്വാസികളുടെ അവസ്ഥയോ, വിശ്വാസികൾ അവന്റെ അനുഗ്രഹത്തിന്റെ അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിലെ സന്തോഷകരമായ ജീവിതത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം ലഭിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പാരത്രിക ജീവിതത്തിൽ വിജയകരമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, കൽപ്പനകൾ, അതാണ് മതനിയമങ്ങൾ. ആ മതനിയമങ്ങളിലേക്ക് അല്ലാഹു തആലയും അവന്റെ റസൂലും നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം ചെയ്യണം. അഥവാ ആ വിളിക്ക് കൃത്യമായി അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല യഹൂലു ബൈനൽ മർഇ വ ഖൽബിഹി, ഒരു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ മറയിടുന്നതാണ് എന്ന്. അല്ലാഹു മറയിടുമെന്നറിയണം. മറയിടുന്നറിയാന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഈമാനും അതേപോലെ തന്നെ വിശ്വാസവുമാണോ നിലനിൽക്കേണ്ടത്, കുഫറും നിഷേധവുമാണോ നിലനിൽക്കേണ്ടത്? ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമാണ് എന്നർത്ഥം. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ പ്രത്യേകമായ ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുമായി അവന്റെ ഹൃദയത്തെക്കാളും അടുത്ത ബന്ധം അല്ലാഹു തആല സൂക്ഷിക്കുന്നുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് ഞാനെന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന്റെയും അതേപോലെ നമ്മുടെയും ഇടയിൽ മറയിടും എന്ന് പറഞ്ഞാൽ ഈ ഹൃദയവും നമ്മളും തമ്മിലുള്ള ബന്ധം എவ்விധത്തിലായിരിക്കണം എന്ന് അല്ലാഹു തആല തീരുമാനിക്കും. ഹൃദയത്തിന്റെ അവസ്ഥകൾ, അത് പ്രത്യേകമായിട്ടുള്ള ചില വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും അതുപോലെ ചില കാര്യങ്ങളിലേക്ക് പ്രേരണ നൽകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയത്തിൽ നിങ്ങൾ നോക്കൂ, ആ വിശ്വാസങ്ങളും അതേപോലെ തന്നെ ചില വിഷയങ്ങൾ ചെയ്യാനുള്ള പ്രേരണയും നൽകുന്ന സംഗതികൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടണമെങ്കിൽ അതിനനുസരിച്ചൊരു തീരുമാനവും ഒരു പ്ലാനും ഉണ്ടാകണം. ആ തീരുമാനം എടുക്കുന്ന ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഹൃദയത്തെ അവൻ ചലിപ്പിക്കും. ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മറിയുന്ന സാധനം എന്നാണ് അതിന്റെ അർത്ഥം. അസ്സാലിമാമിനെ പോലുള്ള മഹാന്മാർ പറയുന്നത് അന്തരീക്ഷത്തിൽ തൂക്കിയിട്ട തൂവല് പോലെയാണ് ഹൃദയത്തിന്റെ അവസ്ഥ. നിമിഷ നേരം കൊണ്ട് അതിന്റെ ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കും, നിലപാടുകൾക്ക് മാറ്റം വരും, അല്ലെ? അതുകൊണ്ടാണ് ഇന്നലെ വിശ്വാസിയായവൻ ഇന്ന് അവിശ്വാസിയാവുന്നത്. വലയാദുബില്ല. ഇന്നലെ അവിശ്വാസിയായവൻ ഇന്ന് വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരുന്നതും. അങ്ങനെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത് അല്ലാഹു തആലയാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഖുലൂബ ബനി ആദമ ബൈന ഇസ്മാഈലി മിൻ അസാബിഇർ റഹ്മാൻ, നിശ്ചയ മനുഷ്യ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ഖൽബി വാഹിദിൻ, ഒരൊറ്റ ഹൃദയം പോലെ, യുസരിഫുഹു ഹൈസു ഷാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ അവൻ കൈകാര്യം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുമ്മഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ മുസരിഫൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ തആതിക്, ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹുവേ,
ഞങ്ങളെ ഹൃദയങ്ങളെ നിന്റെ ആരാധനയുടെ മേലിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ എന്ന്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ ഉൾപ്പെടെയുള്ള മുഫസ്സിറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഒരു ദീർഘമായി തങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയലിനെ വർദ്ധിപ്പിച്ചിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നിന്റെ ദീനിന്റെ മേലിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ആ സമയത്ത് അതാ മഹാന്മാരായ സഹാബത്ത് ചോദിക്കുന്നു, നബിയെ ആമന്നാ ബിക ബിമാ ജിഅ്ത ബി, തങ്ങളെ കൊണ്ടും തങ്ങൾ കൊണ്ടുവന്ന ആശയം കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫഹൽ തഖാഫു അലൈനാ, ഇനിയും ഞങ്ങളുടെ പേരിൽ തങ്ങൾ വല്ലതും ഭയപ്പെടുന്നുണ്ടോ? ഈ വിശ്വാസത്തിന് വിരുദ്ധമായ വല്ലതും വന്നേക്കുമോ എന്ന് പേടിക്കുന്നുണ്ടോ? ഖാല നഅം, നബി തങ്ങൾ പറഞ്ഞു, അതേ ഉണ്ട്. ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇല്ലാഹി യുഖല്ലിബുഹാ, ഹൃദയം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആ ഹൃദയത്തെ അല്ലാഹു തആല അവരുദ്ദേശിക്കുന്നത് പോലെ നിയന്ത്രിക്കും, മറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരാം. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ അതേ ഉറപ്പിൽ തന്നെ നിലനിന്ന് കിട്ടാൻ അല്ലാഹുവിനോട് നിരന്തരം ദ്വാരക്കണം. വിശ്വാസികളുടെ പ്രാർത്ഥന ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. പടച്ചോനെ, ഞങ്ങൾക്ക് സന്മാർഗം തന്നതിന് ശേഷം, നേരിന്റെ വഴിയിൽ ഞങ്ങൾ എത്തിച്ചതിന് ശേഷം ഹൃദയത്തിന് നീ മാറ്റം വരുത്തല്ലേ എന്ന് ദുആ ചെയ്യാൻ സാലിഹീങ്ങളുടെ സ്വഭാവമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്തായാലും വിഷമിക്കേണ്ടതില്ല, എനിക്ക് സ്വർഗം ഉറപ്പാണെന്ന് നമ്മളാരും എന്ത് പ്രവർത്തനത്തിന്റെ പേരിലും അവകാശപ്പെടരുത്. നമുക്ക് അത്തരത്തിലുള്ള ഒരു ഉറപ്പിന് യാതൊരു സംവിധാനവുമില്ല. നിന്റെ രണ്ടു കാലും സ്വർഗത്തിൽ കണ്ടാലല്ലാതെ നീ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് ഉറപ്പിക്കരുതെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിൽ നമുക്ക് നിർദ്ദേശമുണ്ട്. ലാ തഅമൻ മക്റല്ലാഹ് ഹത്താ തറാ ഖദമൈക ഫിൽ ജന്നാ, നിന്റെ രണ്ടു കാലും സ്വർഗത്തിൽ കാണുന്നത് വരെ അള്ളാഹു നിന്നെ ശിക്ഷിക്കില്ല, നിന്റെ ഈമാനൊക്കെ ഉറപ്പാണ് എന്നൊരു ഉറപ്പ് നിനക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എപ്പോഴും നീ വിനയാന്വിതനായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ ഹൃദയത്തിൽ നിലവിലുള്ള ഈ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തിയേക്കുമ്പോ പടച്ചവനെ എന്ന് ഭയപ്പെടണം. എന്നിട്ടത് മാറ്റം വരുത്താതിരിക്കാനും ഇപ്പോഴുള്ള ശരിയായ അവസ്ഥയിൽ നിലനിന്ന് കിട്ടാനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത സൽക്കർമ്മത്തിന്റെ പേരിലോ നമ്മുടെ നന്മയിലെ അധിഷ്ഠിതമായ പെർഫോമൻസിന്റെ പേരിലോ നമ്മളെങ്ങനെയാണ് അഹങ്കരിക്കുക? നമ്മളെക്കാൾ ഇബാദത്തും ഇൽമൊക്കെ കുറഞ്ഞിട്ടുള്ള ആളുകൾ, ആ ആളുകളെക്കാൾ നമ്മൾ ഉഷാറാണെന്ന് നമ്മളെങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകുക? ഒരിക്കലും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിനീതരായി എപ്പോഴും അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന നമ്മൾ നടത്തണം. എന്റെ സന്മാർഗം കളയരുത്, അള്ളാഹുവെ എനിക്ക് നീ ഹിദായത്ത് നിലനിർത്തി തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അപ്പൊ അള്ളാഹു നിങ്ങളുടെയും ഹൃദയത്തിന്റെയും ഇടയിൽ മറയിടുന്നവനാണ്. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്നും നിങ്ങൾ അറിയണം. അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാലോ നിങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ശരിയായ പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആ പ്രതിഫലം കിട്ടുന്ന ദിവസം സന്തോഷകരമാകാൻ വേണ്ടിയുള്ള അധ്വാനവും അതിനുവേണ്ടിയുള്ള പരിശ്രമവും നിരന്തരം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വത്തഖൂ ഫിത്നതൻ, നിങ്ങളൊരു പരീക്ഷണത്തെ സൂക്ഷിക്കുക. അഥവാ ആ പരീക്ഷണം വരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ എടുക്കുക. ആ പരീക്ഷണം നിങ്ങൾക്ക് വന്നാൽ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അത് നിങ്ങളിൽ നിന്ന് അക്രമികളെ പ്രത്യേകമായിട്ടല്ല അത് പിടികൂടുക, മറിച്ച് അക്രമികളല്ലാത്തവരെയും അത് പിടികൂടും. നല്ലവരും അല്ലാത്തവരൊക്കെ ആ പരീക്ഷണത്തിൽ പെടും. ആ പരീക്ഷണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാവാം? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് നൽകുന്ന പ്രതിസന്ധികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിസന്ധികളാവാം, വരൾച്ചയാവാം, ദാരിദ്ര്യമാവാം, ഇപ്പോഴുള്ള കൊറോണ പോലത്തെ പ്രശ്നങ്ങളാകാം, എന്തും ആകാം. നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികൾ അത് വരുമ്പോ അക്രമികളായ ആളുകളെ മാത്രമല്ല ബാധിക്കുക. അത് നിങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത്തരം ഒരവസ്ഥയിലേക്ക് ചെന്നുപെടാതിരിക്കാൻ വേണ്ട മുൻകരുതൽ നിങ്ങൾ എടുക്കണം എന്നർത്ഥം.
ഇവിടെ എങ്ങനെ മുൻകരുതലെടുക്കൽ? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, മുൻകരുതലെടുക്കുക എന്ന് പറഞ്ഞത് ആ പരീക്ഷണം നമ്മിലേക്ക് വരാൻ അനിവാര്യമായ സംഗതികൾ തിന്മകളാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കുറ്റകരമായ പ്രവർത്തനങ്ങൾ നമ്മൾ മുഴുകിയപ്പോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മറന്ന് നമ്മൾ സ്വൈരവിഹാരം നടത്തിയപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പൂട്ടിടുന്നതാണത്. അതുകൊണ്ട് ആ പൂട്ടിടുന്ന രംഗത്ത് നമ്മൾ പ്രത്യേകമായി ആലോചിക്കണം. ഒരിക്കലും തന്നെ നമ്മൾ അത്തരമൊരു ശിക്ഷ നമ്മിലേക്ക് വന്നു ചേരാനുള്ള ഒരു വേദിയായി അല്ലെങ്കിൽ ഒരു അവസരമായി നമ്മുടെ പ്രവർത്തനം മാറരുത് എന്ന്. അപ്പൊ അവസാന കാലത്ത് അത്തരത്തിലുള്ള സംഗതികളെ കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ താക്കീത് തന്നിട്ടുണ്ട്. ഉദാഹരണമായി ഒരു ഹദീസ് നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട അബൂർ റഖാദ് എന്നവർ പറയാണ്, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഞങ്ങൾ എത്തുമ്പോ അവിടുന്ന് പറയുന്നുണ്ട്, എന്ത്? ഇൻകാന റജുലു യതകല്ലമു ബിൽ കലിമത്തി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയസീറു മുനാഫിഖ. മുത്തനബിന്റെ കാലത്ത് ഒരു വാക്ക് ഒരാൾ പറഞ്ഞാൽ ആ ഒറ്റ വാക്കിന്റെ പേരിൽ അവൻ കപടനാണെന്ന് വിധിയെഴുതാൻ മാത്രം അപകടകരമായ ഒരു വാക്ക്. എന്നാൽ അന്ന് ഒറ്റ തവണ പറഞ്ഞാൽ തന്നെ മുനാഫിഖാന്ന് വിധിയെഴുതും. അങ്ങനത്തെ വാക്കുകൾ ഇപ്പൊ വഇന്നീ ലഅസ്മഉഹാ മിൻ അഹദിക്കും ഫിൽ മഖ്അദിൽ വാഹിദി 4 മർറാത്ത്. ഒരേ സീറ്റിൽ ഇരുന്നു കൊണ്ട് 4 തവണ അത്തരം വാക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ തിന്മകളുടെ ആധിക്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ എന്തു ചെയ്യണം? ലതഅ്മുറുന്ന ബിൽ മഅറൂഫി, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹവുന്ന അനിൽ മുൻകരി, തിന്മയെ തൊട്ട് നിങ്ങൾ വിലക്കുകയും വേണം. വലതഹാളന്ന അലൽ ഖൈരി, നന്മയുടെ പേരിൽ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ശിക്ഷ ഇറക്കിയേക്കും. ഔലയു അമ്മിറന്ന അലൈക്കും ഷിറാറക്കും, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂട്ടത്തിലുള്ള തല്ലിപ്പൊളികളെ നിങ്ങളുടെ അധികാരികളാക്കി നിശ്ചയിച്ചേക്കും. സുമ്മയദഉ ഖിയാറുക്കും ഫലാ യുസ്തജാബു ലഹും, എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള നല്ല ആളുകൾ തന്നെ ദുആ ചെയ്താലും ഉത്തരം കിട്ടാണ്ട് പോകും. അലിച്ചു നോക്കൂ, ഉത്തരം കിട്ടാണ്ട് പോകും. അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, തിന്മകൾ കാണുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക, അതിനെതിരെ നമ്മുടെ പരിധിയിൽ നിന്ന് പ്രതികരിക്കുക, ഇതൊക്കെ ഓരോ വിശ്വാസികളും നിരന്തരം കൊണ്ടു നടക്കേണ്ട ഒരു സംഗതിയാണ് എന്ന് ഈ ആയത്തിന്റെ പരിധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ചിന്തിക്കുക. അതാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങളിൽ നിന്നുള്ള അക്രമികളെ മാത്രമല്ല പിടികൂടുക, ആ കുറ്റം ചെയ്തവരെ മാത്രമല്ല, ആ കുറ്റം ചെയ്യുന്നത് കണ്ടിട്ട് മൗനം അവലംബിച്ചവർ, അവർക്ക് കൂടി അതിന്റെ ദുരന്തം ബാധിക്കും. വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, നിശ്ചയം അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വദ്കുറു, നിങ്ങൾ ഓർക്കണം, ഇത് അൻതും ഖലീലുൻ, നിങ്ങൾ കുറഞ്ഞ ആളുകളായിരുന്ന ഘട്ടം. മുസ്തദഅഫൂന ഫിൽ അർളി, ഭൂമിയിൽ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന ഘട്ടം. നിങ്ങൾ ഭൂമിയിൽ ദുർബലരായിരുന്നു, ആൾബലം കുറവുമായിരുന്നു നിങ്ങൾക്ക്. തഖാഫൂന യതഖത്തഫകുമുന്നാസ്, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമെന്ന്, അഥവാ നിങ്ങളെ നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചു കളയുമോ അവർ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനത്തെ ഒരു ഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യകാലം അങ്ങനെയല്ലേ? വിശ്വാസികളുടെ എണ്ണം കുറവാണ്, അവർ ദുർബലരാണ്, അവരെ എന്തു ചെയ്താലും ചോദിക്കാൻ ആളില്ല എന്ന ധൈര്യത്തിൽ മക്കത്തെ മുശ്രിക്കൊക്കെ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ വല്ലാതെ കൊല്ലാക്കൊല ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഘട്ടം നിങ്ങൾക്ക് കഴിഞ്ഞു. എന്നിട്ടോ ഫആവാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അഭയം നൽകി. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീന മുനവ്വറ എന്ന ദാറുൽ ഹിജ്റയുടെ നാട്ടിൽ സ്വസ്ഥമായി താമസിക്കാനുള്ള അഭയം അല്ലാഹു നിങ്ങൾക്ക് നൽകി. വഅയ്യദകും ബിനസ്രിഹി, അവന്റെ സഹായം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശക്തിപ്പെടുത്തി. ബദറിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ടുള്ള സഹായം ഉൾപ്പെടെയുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വറസഖകും മിനത് തയ്യിബാത്തി, നല്ല കാര്യങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകി. യുദ്ധത്തിൽ ലഭിക്കുന്ന സമരാർജിത സ്വത്ത്, ഗനീമത്ത് സ്വത്ത്, അത് നേരത്തെ അതെടുക്കാൻ പാടില്ലായിരുന്നു, അത് കഴിക്കാനും പാടില്ലായിരുന്നു. അത് മറിച്ച് ഭൂമിയിൽ വെച്ച് ആകാശത്ത് നിന്ന് തീ വന്നത് തിന്നുകളയലാണ് പതിവ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമരാർജിത സ്വത്തിന് അല്ലാഹു അനുവദനീയമാക്കി കൊടുത്തു. അങ്ങനെ നിങ്ങൾക്ക് നല്ല അതിൽ നിന്നുള്ള ഉപജീവനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അപ്പോ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ശത്രുവിനെ ഭയപ്പെടേണ്ട അവസ്ഥയും, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായി താമസിക്കാൻ സംവിധാനമില്ലാത്ത സാഹചര്യവും,
അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയും, ഇതിനെല്ലാം അല്ലാഹു പരിഹാരം തന്നു. ഇത് നിങ്ങൾ ഓർക്കണം. ഇന്ന് നിങ്ങൾ അംഗങ്ങൾ ധാരാളമുണ്ട്, അതേപോലെ നിങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഉപജീവനത്തിന്റെ സംവിധാനമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓർക്കണം. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നിന്ന് സമൃദ്ധിയുടെ അവസ്ഥയിലേക്കും പരീക്ഷണങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ രാജവീതിയിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മാറ്റിപ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓർക്കുകയും അത്തരം അനുഗ്രഹദാതാവായ അല്ലാഹുവിനെ നിങ്ങൾ ശുക്ർ ചെയ്യുകയും വേണം. കാരണം അങ്ങനെ നിങ്ങൾ ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് അവൻ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും. അതുകൊണ്ട് അത്തരത്തിലുള്ള നിങ്ങൾക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ വിസ്മരിക്കാത്ത, ആ അനുഗ്രഹങ്ങളെ പ്രത്യേകമായി ഓർത്തതിന് നന്ദി ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. അർഹമുർ-റഹീമായ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നന്ദിയുള്ള അടിമകളിൽ ഉൾപ്പെടാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.